നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അമ്പഴങ്ങ കറിയാണ് കേട്ടോ ചെയ്യുന്നത്. ടെറസിൻ്റെ മുകളിൽ ഉണ്ടായ അമ്പഴങ്ങയാണ്. ഇതൊരു ചെറിയ തൈയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആവശ്യത്തിനുള്ള അമ്പഴങ്ങ പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറിയ പീസാക്കി ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചോപ്പർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെറിയ പീസുകളാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചോപ്പായി കിട്ടത്തില്ല. ഇപ്പോൾ ഒരു പകുതിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടി. അത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 6-7 വലിയ കഷ്ണം വെളുത്തുള്ളിയാണ്. പിന്നെ ഇത്രയും ഇഞ്ചി, ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന്, ഇത് കുറച്ച് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം ഉലുവ. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ഉണക്കമുളകും ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, വളരെ പൊടിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മളത് കൈകൊണ്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കില്ലേ. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി തീർക്കാൻ പറ്റും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിവിടെ ഏകദേശം ഇത്രയും മതി. ഇത്രയും ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അമ്പഴങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ അമ്പഴങ്ങയുടെ ഈ കുരുവിനോട് ചേർന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ചെറിയ പീസ്, അതും കൂടെ ഞാനിതിലിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ചെറുതായിപ്പോൾ. ചില പീസുകളുണ്ട് വളരെ ചെറുതായിട്ടുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ കുഴഞ്ഞു പോവുകയൊന്നുമില്ല. നല്ലോണം നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ വ്രതമുള്ള സമയത്ത്, അതായത് ഇപ്പോൾ പൊങ്കാല ഉത്സവങ്ങളൊക്കെ ആണല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് മീനൊന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ്. ഒരല്പം എരിവിലാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ചേർത്ത അമ്പഴങ്ങ എത്ര എണ്ണം ഉണ്ട് ഞാൻ എണ്ണി നോക്കിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് എരിവ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മീനും ചിക്കനും ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ അല്പം എരിവിലാണിത് ചെയ്യുന്നത്. ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഉലുവ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഉലുവാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർത്തത് പച്ചവെള്ളമാണ്. ഇതിലിപ്പോൾ പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, സാധാ നോർമൽ വാട്ടർ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. അത് തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയൊക്കെ പാകത്തിനല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് വാളൻപുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ആവശ്യത്തിനുള്ള പുളി ഇതിനുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവി എനിക്ക് വേണം, അതുകൊണ്ട് ഒരല്പം ചൂടുവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരും. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മുടെ ഇത് അച്ചാറല്ല, ഈ ഒരു കറിക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക്